വ്യാപകമായി SFIയുടെ പരിധിയിൽ അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപക സംഘടനയുടെ പരിധിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്തിയതാണ് കേരളത്തിലെ തകർച്ചയ്ക്ക് കാരണം. തെറ്റ് കാണിച്ച എത്ര ഉന്നതരായാലും അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് വേണം ആ തുടക്കം ആരംഭിക്കാൻ. പരീക്ഷ എഴുതാത്ത ഒരാളെ 7ാം സെമസ്റ്റർ എന്ന് പറയുന്ന PG ക്ലാസ്സിലേക്ക് മാറ്റിയത് ആക്ഷേപം മാത്രമാണ്. മഹാരാജാസ് കോളേജിൽ നടന്ന കൃത്രിമമാണെന്ന് സിൻഡിക്കേറ്റ് വിലയിരുത്തിയിരിക്കുന്നു. ഈ ക്രമക്കേടുകൾക്ക് മുഴുവൻ കൂട്ടുന്നത് മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളറാണ്. പരീക്ഷാ കൺട്രോളറുടെ അറിവ് കൂടാതെ ഇത്തരത്തിലുള്ള പ്രൊമോഷനുകളും മാർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. വിദ്യയ്ക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് വേണ്ടി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മഹാരാജാസ് കോളേജിൽ സംഘടിപ്പിച്ച് കൊടുത്തുവെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. നമസ്കാരം. 2024-25 കാലത്താണ് SFI നേതാവായ ആർഷോയ്ക്ക് മഹാരാജാസിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അതായത് BA പോലും പാസ്സാകാതെ കൃത്യമായി ഹാജർ ഇല്ലാതെയാണ് PG അഡ്മിഷൻ ആർഷോയ്ക്ക് ലഭിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ചത് ആകട്ടെ അന്നത്തെ പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ ഷജീല ബീവി ആയിരുന്നു. ഈ ഷജീല ബീവിക്കെതിരെ നിലവിൽ നിയമ നടപടി പുതിയ സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ RS ശശികുമാർ. നിരവധി മഹാരഥന്മാരെയും പ്രതിഭകളെയും വാർത്തെടുത്ത എറണാകുളം മഹാരാജാസ് കോളേജും ആ കോളേജിൻ്റെ ഭരണം PM ആർഷോയുടെ നേതൃത്വത്തിൽ SFI ഏറ്റെടുത്തപ്പോഴാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച ആരംഭിച്ചത്. വ്യാപകമായി SFIയുടെ പരിധിയിൽ അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപക സംഘടനയുടെ പരിധിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്തിയതാണ് കേരളത്തിലെ തകർച്ചയ്ക്ക് കാരണം. എന്തായാലും ഒരാശ്വാസം കണ്ടെത്തുന്നുണ്ട്. PM ആർഷോയുടെ പ്രവേശനം തെറ്റാണെന്ന് പറയുവാനെങ്കിലും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് MG സർവകലാശാലയുടെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് തയ്യാറായി എന്നുള്ളത് ആശ്വാസമാണ്. ഗവർണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തപ്പോൾ അവർക്ക് ആ തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന് തീർച്ചയായിട്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സംശുദ്ധമാക്കുന്നതിൻ്റെ തുടക്കവും മഹാരാജാസ് കോളേജിൽ നിന്ന് ആരംഭിക്കാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. തെറ്റ് കാണിച്ച എത്ര ഉന്നതരായാലും അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് വേണം ആ തുടക്കം ആരംഭിക്കാൻ. കാരണം കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകൾ ആരംഭിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ചപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഓട്ടോണമസ് കോളേജ് അനുവദിച്ചത് മഹാരാജാസ് കോളേജിന് മാത്രമാണ്. മറ്റെല്ലാം സ്വകാര്യ മേഖലയിലായിരുന്നു. മഹാരാജാസ് കോളേജിന് ഓട്ടോണമസ് പദവി കൊടുത്തതാണ് SFIയുടെ ചാകരയായി മാറിയത്. അതോടുകൂടി മഹാരാജാസ് കോളേജിൻ്റെ ഭരണം പൂർണ്ണമായും ഒരു പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായി. അത് SFIയുടെ നിയന്ത്രണത്തിലായി. അവിടെയുള്ള ഓട്ടോണമസ് കോളേജിലെ പരീക്ഷ നടത്തിപ്പ്, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്, പരീക്ഷയുടെ മൂല്യനിർണ്ണയം, ടാബുലേഷൻ, പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, ഡിഗ്രിക്ക് ശുപാർശ ചെയ്യുന്നത്, അതിലെല്ലാം ഉപരി വിദ്യാർത്ഥിയുടെ അറ്റൻഡൻസ് റെഗുലേറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ കോളേജാണ്. യൂണിവേഴ്സിറ്റിക്ക് അതിനകത്ത് നേരിട്ട് ഇടപെടാനുള്ള അധികാരമില്ല. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയും PG ഡിഗ്രിയും കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമേ സർവകലാശാലയ്ക്കുള്ളൂ. ഈ അവസരത്തിനെയാണ് PM ആർഷോയുടെ നേതൃത്വത്തിലുള്ള SFI സംഘം ചൂഷണം ചെയ്തത്. അവിടെ വ്യാപകമായ അഴിമതി ക്രമക്കേടുമാണ് നടന്നത്. ആർഷോയുടെ കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം 2ാം സെമിസ്റ്ററിൽ മലയാളത്തിന് 100-ന് 100 മാർക്ക് വാങ്ങിച്ചായിട്ട് രേഖ കണ്ടപ്പോഴാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഇതിൽ അപകടമുണ്ടെന്നും ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തിയത്. കാര്യം അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്, നമ്മുടെ മാത്സിനോ ഫിസിക്സിനോ 100-ന് 100 കിട്ടും. മലയാളത്തിന് 100 കിട്ടണമെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്, ആർക്കും കിട്ടിയതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ 3-ാം 4-ാം സെമിസ്റ്ററിലേക്ക് അദ്ദേഹത്തിന് അറ്റൻഡൻസിന് 0 ആണെങ്കിലും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു. ഒടുവിൽ അതിന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ അത് അവിടെയുള്ള സോഫ്റ്റ്വെയറിൻ്റെ തകരാറാണെന്നാണ്. 5-ാം സെമിസ്റ്ററിൽ 10% അറ്റൻഡൻസാണുള്ളത്, 6-ാം സെമിസ്റ്ററിൽ 10% അറ്റൻഡൻസാണുള്ളത്. എങ്ങനെ 5-ാം സെമിസ്റ്ററിൽ നിന്ന് 6-ാം സെമിസ്റ്ററിലേക്ക് പ്രൊമോട്ട് ചെയ്തു? 6-ാം സെമിസ്റ്ററിൽ 10% ഉള്ള ആളിനെ 7-ലേക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്തു?
യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് മിനിമം 75% അറ്റൻഡൻസ് വേണം. അതുപോലെ തന്നെ 6ാം സെമസ്റ്റർ 180 ക്രെഡിറ്റ് വേണം. പരീക്ഷ എഴുതാത്ത ഒരാളെ 7ാം സെമസ്റ്റർ എന്ന് പറയുന്ന PG ക്ലാസ്സിലേക്ക് മാറ്റിയത് ആക്ഷേപം മാത്രമാണ്. അതിനവർ കണ്ടെത്തിയ അന്നത്തെ മാർഗ്ഗം ഞാൻ ഗവർണർക്ക് കൊടുത്ത പരാതി പറഞ്ഞിട്ടുണ്ട്. 6ാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്യുകയും ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റിസൾട്ട് മാത്രം പബ്ലിഷ് ചെയ്യായിരുന്നു. അത് ബോധപൂർവമാണ്. റിസൾട്ട് ഡിലേ വന്നതിൻ്റെ പേരിൽ എല്ലാ വിദ്യാർത്ഥികളെയും 7ലേക്ക് പ്രൊമോട്ട് ചെയ്യാമെന്നൊരു ഉത്തരവിട്ടത് അവിടുത്തെ പ്രിൻസിപ്പലാണ്. അപ്പോൾ ഈ ആർട്സോയ്ക്ക് വേണ്ടി 7 കഴിയുമ്പോൾ 8 കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും പരീക്ഷ എഴുതുകയും അദ്ദേഹം MA ഡിഗ്രി കിട്ടുകയും ചെയ്യും. ആ മഹാരാജ് കോളേജിൽ നിന്നും MA ഡിഗ്രി നേടുക, ഈ വിദ്യാർത്ഥികളെല്ലാം തൊട്ടടുത്തുള്ള സംസ്കൃത സർവകലാശാലയിൽ പോവുക, അവിടെ നിന്ന് PhD നേടുക. ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആർട്സോ തന്നെയാണ് ആർട്സോയ്ക്ക് ഇത്രയും കൃത്രിമം കാണിച്ചു കൊടുത്തത്. ആദ്യം അവിടുത്തെ പ്രിൻസിപ്പൽ ജോയി ആയിരുന്നെങ്കിലും അദ്ദേഹം 2ാം സെമസ്റ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ട്രാൻസ്ഫറായി പോയി. പിന്നീട് കുറച്ചുകൂടി യോഗ്യയും ഒരു CATUവിനെ കുറ്റപ്പെടുത്തി പറയല്ല, CATUവിലുള്ള ചില തൊഴിലാളികളെക്കാളും തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഷജീല BVA അവിടെ പ്രിൻസിപ്പലിൻ്റെ ചാർജ് നൽകി. അവരൊരു അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. അവരെ അക്കാഡമിക്കായിട്ട് മെച്ചമൊന്നുമല്ല, ഇസ്ലാമിക് സ്റ്റഡീസിലോ എന്തോ ഒരു PhD എടുത്തിട്ടുണ്ട്. അവിടെ ഗവേഷണ പ്രബന്ധങ്ങൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ലോ സ്റ്റാൻഡേർഡാണ്. ഇന്ന് പലരും അവിടെ പബ്ലിക്കേഷനെ കുറിച്ച് തന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പോൾ അവരെ കൃത്യമായിട്ട് ഏൽപ്പിച്ചു. അത് SFIയുടെയും CPMൻ്റെയും ഒരു വളരെ ശക്തിയായ പ്രവർത്തകയാണ്. അവിടെയുള്ള AKGCT എന്ന് പറയുന്ന CPM അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകയാണ്. MG സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗമാണ്. അപ്പോൾ അവരെ പ്രിൻസിപ്പൽഷിപ്പ് ഏൽപ്പിച്ചതോടുകൂടി തന്നെ കോളേജിൻ്റെ ഭരണം പൂർണ്ണമായും SFIയുടെ നിയന്ത്രണത്തിലായി. തീർച്ചയായിട്ടും ആ പ്രിൻസിപ്പലാണ് ഈ ക്രമക്കേട് മുഴുവൻ കൂട്ടുന്നത്. ഇപ്പോഴെന്തായി? മഹാരാജാസ് കോളേജിൽ നടന്ന കൃത്രിമമാണെന്ന് സിൻഡിക്കേറ്റ് വിലയിരുത്തിയിരിക്കുന്നു. പക്ഷേ സിൻഡിക്കേറ്റ് കാണിച്ചതെല്ലാം ക്രമക്കേടാണെന്നും ആർട്സോയ്ക്ക് പ്രൊമോഷൻ നൽകിയതും എല്ലാം തെറ്റാണെന്ന് വിധിച്ചുവെങ്കിലും പേര് പറയാതെ, ആരാണ് പ്രിൻസിപ്പലെന്ന് പറയാതെ പ്രിൻസിപ്പലിൻ ചാർജിനെ നടപടിയെടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ചാർജ് എന്ന് പറയുമ്പോൾ അത് ജോയി ആണോ, അത് ഈ പറഞ്ഞ ഷജീല BV ആണോ എന്നുള്ള സംശയം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ ആർട്സോയ്ക്ക് പ്രവേശനം നൽകിയത് ജോയുടെ പേരിലാണ്. കാരണം ഈ മലയാളത്തിന് 100 വായിച്ചതും അതിൽ 0 അറ്റൻഡൻസ് കിട്ടിയപ്പോഴത്തേക്കും പ്രൊമോട്ട് ചെയ്തതൊക്കെ 2ാം സെമസ്റ്ററിലാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രൊമോഷനെക്കുറിച്ച് പറയുന്നു. തോറ്റ 120 ക്രെഡിറ്റ് വേണ്ട BA തോറ്റ ആർട്സോയെ, അറ്റൻഡൻസ് ഇല്ലാത്ത ആർട്സോയെ 7ലേക്ക് പ്രൊമോട്ട് ചെയ്ത ജോയി അല്ല. വാസ്തു തന്നെയെല്ലാം പൂർണ്ണമായ ഉത്തരവാദി, ഇപ്പോഴുള്ള പരാതിയുടെ പൂർണ്ണമായ ഉത്തരവാദി ഈ പറഞ്ഞ ഡോക്ടർ ഷജീല BVയാണ്. അതേ ജോയി പറഞ്ഞ ആ കാര്യം ശരി തന്നെയാണ്, അല്ല എന്ന് പറയാക്കില്ല. അപ്പോൾ ഷജീല BVയുടെ പേര് വരാതിരിക്കുന്നതിന് വേണ്ടി ഉത്തരവിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പൽ ഇൻ ചാർജിന് ജാഗ്രതാക്കുറവുണ്ടായി. ജാഗ്രതാക്കുറവ് എന്ന് പറയുന്ന ഒരു ശിക്ഷാവിധി കേരള സർവീസ് ചട്ടത്തിലില്ല. കേരളത്തിലെ നമ്മുടെ MG സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജാഗ്രത, തീവ്രത എന്നെല്ലാം പറയുന്നത് CPMൻ്റെ ഭരണഘടനയിലുള്ളതാണ്. അപ്പോൾ ഒരു മിനിറ്റ് MG സർവകലാശാല സിൻഡിക്കേറ്റ് അത് പാർട്ടി ഓഫീസാണെന്ന് കരുതിയായിരിക്കാം ജാഗ്രതാക്കുറവ് പ്രിൻസിപ്പലിനുണ്ടായി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ് കോളേജിൻ്റെ ഒരു പ്രിൻസിപ്പലിൻ്റെ പുറത്ത് ഒരു നടപടി എടുക്കാനുള്ള അവകാശവും അധികാരവും സർവകലാശാലയ്ക്കില്ല. പരീക്ഷാ സംബന്ധമായ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ പരീക്ഷാ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനോ അവരെ ഡീബാർ ചെയ്യാനുള്ള അധികാരം മാത്രമേ സർവകലാശാലയ്ക്കുള്ളൂ. അവർ കാണിച്ച തെറ്റാണെങ്കിൽ ആ തെറ്റ് സർക്കാർ റിപ്പോർട്ട് ചെയ്യണം. ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ വരുത്തിയിരിക്കുന്ന കാര്യം സിൻഡിക്കേറ്റിന് വരും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ വിവരം ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം. ഗവൺമെൻറ് നടപടി എടുക്കട്ടെ. എന്തായാലും ഇന്നലെ തന്നെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ പുതിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യങ്ങൾ സക്ഷത്തിൽ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. കത്തുകൾ വായിച്ചാൽ മനസ്സിലാകുന്ന ആളാണ്. JNUവിൽ പഠിച്ച ഒരു മുൻ വിദ്യാർത്ഥിയാണ്. MPhil പഠനം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിന് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയേക്കാളും ഭംഗിയായി തെറ്റുകൂടാതെ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, മുൻകാലങ്ങളിലുണ്ടായിരുന്ന 2 ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ജനറൽ വിദ്യാഭ്യാസ മന്ത്രിയെ അതിൽ നിന്ന് മാറി വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള
ഒരാളെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ലഭിച്ചു എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ നമ്മുടെ മേഖല സംശുദ്ധീകരിക്കാൻ സഹായകരമാവുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും മന്ത്രിയെക്കെട്ടി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ ശിക്ഷാ നടപടികൾ ഈ പ്രിൻസിപ്പലിനെതിരെ കൈക്കൊള്ളണം. ഈ പ്രിൻസിപ്പലിനെ അടിയന്തരമായി മാറ്റണം. പ്രിൻസിപ്പലിനെ മാത്രം മാറ്റിയാൽ പോരാ. ഈ ക്രമക്കേടുകൾക്ക് മുഴുവൻ കൂട്ടുന്നത് മഹാരാജ് കോളേജിലെ പരീക്ഷാ കൺട്രോളറാണ്. പരീക്ഷാ കൺട്രോളറുടെ അറിവ് കൂടാതെ ഇത്തരത്തിലുള്ള പ്രൊമോഷനുകളും മാർക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പരീക്ഷാ കൺട്രോളറെയും ആ സ്ഥാനത്ത് മാറ്റണമെന്നും ആ മഹാരാജ് കോളേജിൻ്റെ ഗവേണിംഗ് ബോഡി അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ SFIയുടെ സഹപ്രവർത്തകയായിരുന്ന കെ വിദ്യയ്ക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് വേണ്ടി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മഹാരാജ് കോളേജിൽ സംഘടിപ്പിച്ച് കൊടുത്തുവെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് തെളിഞ്ഞു. മഹാരാജ് കോളേജിൽ പഠിപ്പിക്കാത്ത ഗസ്റ്റ് ഫാക്കൽറ്റിയായ ഇന്ന് കെ വിദ്യയ്ക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറായി കൊടുത്തത് ആർട്സ് വേണമെന്ന് അന്ന് ആരോപണം. അത് ശരിവെക്കുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം വിദ്യയെ വിവാഹം കഴിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായി. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ആ വ്യാജ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട പേരിൽ അവരെ കേസെടുത്തിട്ടുണ്ട്. റിമാൻഡിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേസ് തേച്ചു മാറ്റി കളയാൻ ശ്രമിക്കുകയാണ്. അടിയന്തരമായി ഗവൺമെൻറ് ആ കേസ് പുനഃപരിശോധിക്കണം. ഗവൺമെൻറ് അവർക്ക് നടപടിയെടുക്കണം. അത് മാത്രമല്ല, ആക്ഷേപം മുൻകൈയെടുത്ത് അവരെ സംസ്കൃത സർവകലാശാലയിൽ ചട്ടവിരുദ്ധമായി PhDക്ക് പ്രവേശനമാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നടക്കുന്നെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംശുദ്ധമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്. അത് ആക്ഷേപത്തോടെ പുറത്തെത്തിക്കുന്ന ഈ നടപടിയിലൂടെ തുടങ്ങണം. മഹാരാജ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഷജീല ബീവിയെ അടിയന്തരമായ സ്ഥാനത്ത് നീക്കം ചെയ്ത് അവർക്ക് ശിക്ഷാ നടപടി കൈക്കൊള്ളുകയും പരീക്ഷാ കൺട്രോളർ മാറ്റുകയും മഹാരാജ് കോളേജിൻ്റെ ഗവേണിംഗ് ബോർഡ് പുനഃസംഘടിപ്പിക്കുവാനുള്ള നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം. എന്തായാലും ഡോക്ടർ ഷജീല ബീവി ഇത്തരത്തിൽ അനധികൃതമായാണ് ആർഷോയ്ക്ക് ഇവിടെ അഡ്മിഷൻ നൽകിയിരിക്കുന്നത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ ഡോക്ടർ ഷജീല ബീവിയെ പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിലവിലിപ്പോൾ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.